ഹലോ, ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ലൈക്ക് എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുടെ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ലൈക്ക് കേക്ക് കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അന്നത്തെ ദിവസം എങ്ങനെ പോയി എന്നുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കേക്ക് കട്ടിങ് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം, ലെങ്തി ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനും മുമ്പായിട്ട് വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ഹസന നൗഷാദ് ചാനൽ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇടിയപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഗോതമ്പുർക്ക് എടുത്ത് വെള്ളത്തിലിടുന്നുണ്ട് പായസം ഉണ്ടാക്കാനായിട്ട്. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീഞ്ചട്ടിയിൽ വെള്ളത്തിൽ ഉപ്പിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച സമയത്ത് അതിനകത്തേക്ക് പൊടിയിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത് കടല ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കടലക്കറി ആക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, വറ്റൽ മുളക് ഇട്ട് പൊട്ടിച്ച് സവാള ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ സവാളയ്ക്കുള്ള ഉപ്പും കൂടി ഇട്ട് എടുക്കുന്നുണ്ട്. സവാള വാടി വരുന്ന ടൈമിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സവാളയിലേക്ക് ആഡ് ചെയ്ത് പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്യുന്നുണ്ട്. കടല വേവിച്ചതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചതച്ച് വെച്ച കടലയും വേവിച്ച കടലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കടലക്കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഇനി ഇടിയപ്പത്തിനായിട്ടുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സേവനാഴിയിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പീച്ചി എടുക്കുന്നുണ്ട്. വേഗം കടലക്കറി സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തട്ട് കംപ്ലീറ്റ് ആയിട്ട് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മുകളിൽ തേങ്ങയൊന്നും തൽക്കാലം ആഡ് ചെയ്യുന്നില്ല. ഇനി അടുത്ത തട്ടും കൂടി ഫില്ല് ചെയ്ത് മൂടി വെച്ചു. ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ. ആ ടൈമിൽ പാത്രമൊക്കെ പെട്ടെന്നൊന്ന് കഴുകി വെച്ച് ചോറിനായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അരിയും കൂടി ഒന്ന് കഴുകി അടുപ്പത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വെള്ളം നിറച്ചിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസിലാണ് കേട്ടോ ചോറുണ്ടാക്കുന്നത്. തിളച്ച് വരുമ്പോഴത്തെ റൈസ് കുക്കറിൽ വെക്കും. ഇടിയപ്പവും കടലക്കറിയും കാപ്പിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പഴമുണ്ട്. നമ്മൾ ചീഞ്ചട്ടിയിലൊക്കെ തന്നെ അങ്ങനെ തന്നെ കൊടുന്നിട്ടൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേർക്കായിട്ട് വേറെ പാത്രമൊന്നും എടുക്കണ്ടല്ലോ. സോ അങ്ങനെ തന്നെയാണ് എടുത്ത് കഴിക്കുന്നത്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് എൻ്റെ പേരൻസിന് സൈക്കിൾ മേടിച്ച് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് അവർ വന്നിട്ടുണ്ട് നമുക്കും കൂടി ഇഷ്ടമുള്ളത് മേടിക്കാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ കുക്കറിൽ ഗോതമ്പ് നുറുക്ക് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഏലക്കയും ജീരകവും ഒന്ന് വറുത്തെടുത്ത് തേങ്ങയും ചിരണ്ടി പാലെടുക്കണം. ഉമ്മച്ചിയുടെ തേങ്ങാക്കൊത്തം റെഡിയാക്കുന്നുണ്ട്. ഒരു റിലീഫിന് വേണ്ടിയിട്ട് ചായയും വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. ദെൻ തേങ്ങ വറുത്ത് കാഷ്യൂം വറുത്തു, ഉണക്കമുന്തിരിയും വറുത്തെടുക്കുന്നുണ്ട്. ഏലക്കയും ചെറിയ ജീരകവും വറുത്തതൊന്ന് പൊടിച്ചെടുത്തു. വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് തേങ്ങാപ്പാലിൻ്റെ മൂന്നാം പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യൂ കേട്ടോ. അതിൻ്റെ രണ്ടാം പാലൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനാവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് അവിടെ ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ, ഒന്ന് കുറുകി വരും. ആ ടൈമിൽ ഒന്നാം പാലം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ട് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ടാറ്റാ.